ശ്രീ SJR, ഓണത്തിന്റെ പൂജകൾക്ക് ശേഷമാണ് ശബരിമല നട അടച്ച സമയത്ത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി രഹസ്യമായി ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇതൊരു പിഴവല്ല, ബോധപൂർവമുള്ളതാണ് എന്നതാണ് പൊതുവെ ഉയർന്ന സംശയം. ആ സംശയം ഹൈക്കോടതിയും ഉന്നയിച്ചിരിക്കുകയാണ്. രേഖകൾ എല്ലാം പിടിച്ചെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുന്നതിലൂടെ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? കഴിഞ്ഞ ദിവസം ജനം TV തന്നെ ഈ ചർച്ച ചെയ്ത വിഷയമാണിത്. അന്ന് ഹൈക്കോടതിയുടെ മുന്നിൽ വിഷയം വരികയും അത് സ്പെഷ്യൽ കമ്മീഷണർ ഇത്തരം ഒരു സ്വർണ്ണപ്പാളി അവിടെ നിന്ന് നീക്കിയതായിട്ട് കാണുന്നു, ആര് കൊണ്ടുപോയി, എങ്ങനെ കൊണ്ടുപോയി, അതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നൊക്കെ. അത് എന്തെങ്കിലും അത്തരത്തിലൊരു കാര്യം അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഴിച്ചു മാറ്റിയാൽ പോലും, അത് കൊണ്ടുപോകുന്നത് പോട്ടെ, അഴിച്ചു മാറ്റിയാൽ പോലും ദേവസ്വം കമ്മീഷണറുടെ, സ്പെഷ്യൽ കമ്മീഷണറുടെ അനുവാദവും മാത്രമല്ല അത് കോടതിയുടെ അനുവാദവും ഒക്കെ വേണ്ട ഒരു വിഷയമായിരുന്നു. അത് പക്ഷെ കോടതി വളരെ ശക്തമായിട്ട് അതിനിടപെടുകയും അതങ്ങനെ ചെയ്ത് തെറ്റായി, അത് ഉടനെ തിരിച്ചു കൊണ്ടുവരണം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ ഞാൻ പ്രതികരിച്ച് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചു കാണും. കാരണം ഇന്ന് വരെ ചരിത്രത്തിൽ ഇടതുപക്ഷ സർക്കാർ നിയോഗിക്കപ്പെട്ട സർക്കാരിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവർ നിയോഗിക്കപ്പെട്ട ഇപ്പറം ബോർഡോ ഈ നിയമം ഒന്നും പാലിക്കുന്നില്ല. ഹൈക്കോടതി അല്ല, ആര് പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞാലും കേൾക്കില്ല. സുപ്രീം കോടതി പറഞ്ഞാൽ ഒരു പടി അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതൊക്കെ 2018-19 നമ്മൾ കണ്ടതാണ്. അപ്പൊ അന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, ഇവര് ഇതിനെ എന്തെങ്കിലും അവരുടെ തരത്തിലേക്ക് മാറ്റിയെടുക്കും, അതിനുള്ള കള്ളപ്രമാണങ്ങൾ ചമയ്ക്കും, എന്തും സംഭവിക്കാം. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോ അത് തിരികെ കൊണ്ടുവരാനുള്ള അവസ്ഥയിലല്ല എന്നാണ് ഞാൻ അറിയുന്നത്. അവിടെ അത് മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹൈക്കോടതി മടക്കി കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടും മടക്കി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെ വലിയൊരു കൃത്യവിലോപമാണ്. രണ്ടാമത് ഇപ്പൊ അവര് ഈ പറഞ്ഞ സ്വർണത്തിന്റെ കാര്യങ്ങളുമൊക്കെ അത് ഇത്തരത്തിലൊരു തീരുമാനം എടുത്ത് തെറ്റായിപ്പോയി മാപ്പ് അപേക്ഷിക്കണമെന്ന് പറഞ്ഞ് കോടതി സമീപിച്ചു എങ്കിൽ തീർച്ചയായിട്ടും അത് കോടതി ഇത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അവിടെയുള്ള എല്ലാ സ്വർണ്ണ ഉരുപ്പടികളെ കുറിച്ചും അവിടെ സ്ട്രോങ് റൂം ഇരിക്കുന്നതും ദേവസ്വം ബോർഡിന്റെ തന്നെ സ്ട്രോങ് റൂം ഇരിക്കുന്നതുമായിട്ടുള്ള സ്വർണ്ണം മറ്റ് വില പിടിച്ച എല്ലാ ഉരുപ്പടികളുടെയും കണക്കെടുക്കേണ്ട അത്യാവശ്യമാണ്. കാരണം ഇതിപ്പോ ഹൈക്കോടതി നിർദ്ദേശിക്കപ്പെട്ട ശബരിമലയെ മാത്രമാണ്, മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. അവിടെ തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഇവരും നമുക്ക് വിശ്വാസം, അതായത് ശബരിമലയിലെ മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വിശ്വാസം ഇന്ന് ഭക്തജനങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കാരണം ശബരിമലയിൽ ഇപ്പൊ എന്തായാലും ഹൈക്കോടതി ശക്തമായ ഒരു നടപടിയിലേക്ക് നീങ്ങുന്നു. ഉടൻ തന്നെ കണക്ക് പിടിച്ചെടുക്കണം, രേഖകൾ ഉടനെ തന്നെ അവിടെ എത്തിക്കണം എന്ന് പറയുന്നത് വലിയ വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും ഈ കോടതി ഒന്നും ഇല്ലായിരുന്നെങ്കിൽ, ഹൈക്കോടതിയുടെ ഇത്തരത്തിലൊരു നിരന്തരമായ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ഈ ശബരിമലയുടെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് ചിന്തിച്ചു പോവുകയാണ്. അവിടെ തീർച്ചയായിട്ടും ഹൈക്കോടതി നല്ല ശക്തമായ രീതിയിൽ അതിന് ഇടപെടുന്നു എന്ന് കാണുന്നു. അത്തരത്തിൽ അവര് ഈ ഹൈക്കോടതി നിർദ്ദേശം പാലിക്കുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ പാലിക്കാത്തവരെയും അല്ലെങ്കിൽ ഇത്തരത്തിൽ ചട്ടലംഘനം നടത്തിയവരെ ശിക്ഷിക്കണമെന്നുള്ളതാണ്. അല്ലാതെ വെറുതെ നമ്മൾ ഈ അവരെ മഹസൃതാറാക്കിയോണ്ടോ അല്ലെങ്കിൽ അതിന്റെ ലിസ്റ്റ് എടുത്തോണ്ടോ ആയില്ല. തീർച്ചയായിട്ടും ഒന്ന്, കോടതി ലക്ഷ്യത്തിന് ശക്തമായ നടപടിയെടുക്കണം. രണ്ട്, ഇത് മോഷണ കുറ്റമാണ്. അനുവാദമില്ലാതെ ഒരു സ്ഥലത്തു നിന്നൊരു സാധനം കൊണ്ടുപോകാതെ മോഷണത്തിന് തുല്യമാണ്. അത്തരത്തിലുള്ള FIR ഇട്ട് കേസ് ചാർജ് ചെയ്യണമെന്നും കൂടെ എനിക്ക് പറയാനുള്ളത്.